ये देखो सास की माधव विद्यालय होने पर ये बच्चों का ഇത്രയും വിവരം കേട്ട ജന്തുക്കള്, അതായത് മലയാളികൾ ഇതൊക്കെ സ്വപ്നം കണ്ടാൽ പോലും ഒരു 10 പ്രാവശ്യമെങ്കിലും ഓക്കാനിക്കും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കേരളത്തിൽ എന്ത് വികസനമാണ് ഇവര് നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് മനസ്സിലാക്കണം, പട്ടി പെറ്റ് കിടക്കാൻ അറയ്ക്കുന്നോടത്താണ് ഇവര് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഭക്തി മതഭ്രാന്തും മാത്രമാണ് ഇവരെ ആകെയുള്ള ഒരു മുതൽ മുടക്ക്. അതല്ലാതെ യാതൊരു രീതിയിലുള്ള വികസനം ഇവിടെ ഒന്നും നടപ്പിലാക്കുന്നില്ല. ഒന്നും വേണ്ട, 10 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് വന്നേക്കണ മാറ്റം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മള് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും സ്കൂളുകളും 2060 കേരളത്തിൽ വരേണ്ടിയിരുന്നവയാണ്. പക്ഷെ എന്താണ് നോർത്ത് ഇന്ത്യയുടെ അവസ്ഥ? ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ, ആശുപത്രികളുടെ, സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ കുപ്പത്തൊട്ടിക്ക് സമമാണ് നോർത്ത് ഇന്ത്യയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അവസ്ഥ. മനസ്സിലാക്കണം, ഈ വർഗീയ വിഷ വംശീയ തീവ്രവാദികള്, ഈ നരഭോജികളാണ് കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ മാലിന്യം നിറഞ്ഞ ഓടകളില് രോഗാണുക്കളെ പോലെ അവര് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വേറെ എവിടെയില്ലാത്ത അത്രയും വികസനം കേരളത്തിൽ വന്നിട്ടും വികസനമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം മതമാണ്. അവരുടെ തലച്ചോറിൽ കുത്തിവെച്ച ലഹരി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മതമാണ്. ബിജെപിയുടെ നികൃഷ്ട തീവ്രവാദ രാഷ്ട്രീയമാണ്. ഈ വിഷജന്തുക്കളെ നശിപ്പിച്ചു കളയണം, ഉന്മൂലനം ചെയ്തു കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഈ നികൃഷ്ട ജന്മങ്ങൾ കൊള്ളയടിക്കും. നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം മനുഷ്യരെ അവര് കുപ്പത്തൊട്ടിയിലേക്ക് എടുത്ത് വലിച്ചെറിയും.